ബിനുരാജെ, എന്നെ നിങ്ങൾ ഇല്ല, ആ പരിഗണന നിങ്ങൾ ഒരിക്കലും തന്നിട്ടില്ല. കേട്ടില്ലേ? ഏഷ്യാനെറ്റ് മാപ്രയോടുള്ള ഉള്ളിസുരയുടെ പരിഭവമാണ്. ബിനുരാജെ, നീ എനിക്ക് ഇതുവരെ ആ പരിഗണന തന്നിട്ടില്ല. കണ്ടില്ലേ? പല കാര്യങ്ങളും ബിനുരാജിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ നീ എനിക്ക് സഹായിച്ചില്ല. എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് കുഴി ചാടിക്കാൻ നോക്കണല്ലേ? അതായത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ മാറ്റുമെന്ന് എഴുതി എനിക്ക് തന്നെ പണി വച്ചിട്ട് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പറഞ്ഞ. പിന്നെ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്നൊക്കെ ഞാൻ തന്നെ അറിഞ്ഞത് ജനം TV കണ്ടപ്പോഴാണ്. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാൻ കൊള്ളാമോ? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ല, സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. അല്ലല്ല, അല്ല, എന്താ പറഞ്ഞ ബിനുരാജെ, നിങ്ങൾക്കൊക്കെ ഈ പണി ഒഴിവാക്കിയിട്ട് വേറെ അല്ലേ എന്ത് മര്യാദയാണ്? അതല്ല ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി അല്ലാതെ അല്ല, നിങ്ങളിപ്പോൾ അതല്ല എഴുതാൻ പോകുന്നത്. ഇനി ബിനുരാജിന്റെ വിഷയത്തിലേക്ക് വരാം. ബിനുരാജെ, നീ ഒരു കളി എൻ്റെ അടുത്ത് കളിക്കല്ലേ. ഇനി നീ പ്രസിഡന്റിനെ മാറ്റുമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു പരിഗണനയും തരാത്ത നീ ഇപ്പൊ എന്നെ പിന്നെയും കുഴി കൊണ്ടുവന്ന് ചാടിക്കാൻ നോക്കണല്ലേ? അതിനൊന്നും എന്നെ കിട്ടൂല. ഞാൻ ഇപ്പോഴേ നല്ലോണം കളികളൊക്കെ പഠിച്ചിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് യോധയിലെ അപ്പുക്കുട്ടനില്ലേ, അപ്പുക്കുട്ടനോടാണ് നിന്റെ കളി. അടുത്തു വരുന്ന ചെസ് മത്സരം പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാനങ്ങ് എടുക്കും കേട്ടോ. ബിനുരാജെ, എന്നെ നിങ്ങൾ ഇല്ല, ആ പരിഗണന നിങ്ങൾ ഒരിക്കലും തന്നിട്ടില്ല. അല്ല, നിങ്ങളല്ല, വൈകാരികല്ല സുരേന്ദ്രൻ. ഞാൻ ജൂൺ 2020 ഫെബ്രുവരി 15 പ്രസിഡന്റായിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റിയവരാണ് നിങ്ങൾ. 12 തവണയായി നിങ്ങൾ മാറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ചോദ്യത്തിനൊന്നും ഒരു മറുപടി പറയാനേ ഇല്ല, ഒരു കാര്യമില്ല. നിങ്ങളുടെ ദുഷ്ടലാക്കാണ്. ഇനി സുരേഷ് ഗോപി വിഷയത്തിൽ മറ്റു ചില കാര്യങ്ങളൂടെയാണ് ഉള്ളിക്ക് പറയാനുള്ളത്. ഈ തിയറി കുറച്ച് ഗൗരവതരമായ തിയറിയാണ്. ഞങ്ങൾക്ക് 2 മന്ത്രിമാരെ കിട്ടി, 20% വോട്ട് കിട്ടി. BJP കേരളത്തിൽ ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് അതിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. ഇനി അവിടെ എങ്ങനെ ഇടങ്കോലിട്ടിട്ട് നിങ്ങളെ യജമാനന്മാരെ രക്ഷിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് നടക്കില്ല. പാർട്ടി പ്രവർത്തകരെ കബളിപ്പിക്കാനും അവരെ ആശയക്കുഴപ്പത്തിലാക്കാനുമുള്ള മാധ്യമ വേലകൾ ഒന്നും തന്നെ കേരളത്തിൽ നടക്കില്ല. ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇല്ല, ചോദ്യത്തിൽ ഞാൻ പറഞ്ഞ ചോദ്യം, അതായത് സുരേഷ് ഗോപിയുടെ പേരിൽ നിങ്ങൾ ഇതിനു മുമ്പ് നടത്തിയ വ്യാജ പ്രചരണങ്ങളെല്ലാം കള്ളമായിരുന്നു എന്ന് ആദ്യം സമ്മതിച്ചാൽ ഞാൻ മറുപടി പറയാം. നിങ്ങളായിരുന്നു നടത്തിയേ? അല്ല, ആ സമയത്തില്ല ചേട്ടാ, ഞാൻ പറഞ്ഞ അല്ല, നിങ്ങൾ അതാ പറഞ്ഞ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ പറഞ്ഞിട്ട് അത് BJPയുടെ അഭിപ്രായമാണ്, സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ് നിങ്ങൾ പറയുന്നതാണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബിനുരാജെ, അത് അദ്ദേഹം എന്നും പറയുന്നുണ്ട്. അത് ഇന്നലെ മാത്രമല്ല. അല്ലല്ല, ഞാൻ ചോദിക്കാം ഒരു കാര്യം, ഞാൻ പറയാം. ഇതൊക്കെ അല്ലല്ല, നിങ്ങൾ BJPയെ നന്നാക്കാനോ സുരേഷ് ഗോപിയെ നന്നാക്കാനോ അല്ലല്ലോ റിപ്പോർട്ടർ ഈ ചോദ്യം ചോദിക്കുന്നത്. നന്നാക്കി നിങ്ങളല്ലല്ല, നിങ്ങൾ നന്നാക്കാനല്ലല്ലോ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത്. എത്ര തവണ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതെല്ലാം അവാസ്തവമായിരുന്നു, സത്യസന്ധമായിരുന്നില്ല, കള്ളപ്രചരണമായിരുന്നു, നിങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു, നിങ്ങൾ ചില നിരീക്ഷകന്മാരെ ഇരുത്തി സ്ഥാപിക്കാൻ ശ്രമിച്ചതായിരുന്നു. നിങ്ങളുടെ ജോലിയാണത്. ഇതെല്ലാം നിങ്ങൾ ചെയ്തതാണ്, ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇവിടെ നടപ്പില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. അതിൻ്റെ ഇടയിലേക്കാണ് വീണ്ടും ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇംഗ്ലീഷുമായിട്ട് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് പറ. എങ്ങനെയെങ്കിലും കേരളത്തിലെ മാപ്രകളെ ഒന്ന് ഒതുക്കി വന്നപ്പോഴാണ് ഇംഗ്ലീഷുമായിട്ട് വരുന്നത്. അതിന് ഉള്ളിസുര കൊടുത്തൊരു മറുപടിയെ കേരളത്തിന് പ്രതീക്ഷിക്കാമോ? കൂടുതൽ സസ്പെൻസുകൾ പ്രതീക്ഷിക്കാമോ? സംഘടനാ തലത്തിൽ മിന്നാര സിനിമയിലെ പപ്പുവിന്റെ അവസ്ഥയാണ്. ഇനി നിങ്ങൾക്ക് എന്നെ കിട്ടില്ലടാ ദ്രോഹികളെ. എന്നെ ഇത്രമാത്രം കുഴിച്ചാടിച്ച് വയനാട് തോപ്പിച്ച് മൂലയ്ക്ക് വരുത്തി പ്രസിഡന്റ് സ്ഥാനവും തെറിപ്പിക്കാൻ നോക്കിയിട്ട് വീണ്ടും സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് എന്നെ കുഴിച്ചാടിക്കാൻ നോക്കണടാ. അതിന് ഞാൻ നിന്ന് തരില്ലടാ നാറികളെ എന്നുള്ള രീതിയിലാണ് സുരേന്ദ്രൻ അവസാനം ഓടി മറഞ്ഞത്. സംഘടനാ തലത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇനി പുതിയ പ്രസിഡന്റ് വന്നിട്ട് അഴിച്ചു പണിയട്ടെ ബിനുരാജ. നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. രാവിലെ മുതൽ ഉള്ള കത്തുകളെല്ലാം എഴുതിയിട്ട് അടിച്ചു വിടുന്നല്ലോ നിങ്ങൾ. 5-6 കൊല്ലമായി ഈ പണി തുടങ്ങിയിട്ട്. നടക്കട്ടെ.